നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, നമ്മൾ ഓടിക്കുന്ന കാർ, നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, ഇതിൻ്റെ എല്ലാം തലച്ചോറ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അതിസൂക്ഷ്മമായ ഒരു സിലിക്കൺ ചിപ്പാണ്. പ്രോസസ്സർ, ഇന്റൽ, ക്വാൽകോം, സാംസങ് തുടങ്ങിയ ഭീമന്മാർ അടക്കി വാഴുന്ന ഈ ലോകത്തേക്ക് ഇനി ഇന്ത്യയുടെ പേര് കൂടി എഴുതി ചേർക്കാൻ പോവുകയാണ്. ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സാങ്കേതിക കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്നു. നമ്മുടെ സ്വന്തം 7 നാനോമീറ്റർ പ്രോസസ്സർ. എന്താണ് ഈ പദ്ധതി? ഇത് നമ്മുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ ഭാവിയെയും എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ 7 നാനോമീറ്റർ എന്ന് ലളിതമായി പറയാം. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ 100 കോടിയുടെ അംശം. നമ്മുടെ തലമുടി നാരിന്റെ 10,000-ൽ ഒരംശം മാത്രം വലിപ്പമുള്ള അതിസൂക്ഷ്മമായ ട്രാൻസിസ്റ്ററുകൾ കൊണ്ടാണ് ഈ ചിപ്പ് നിർമ്മിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററുകൾ എത്രത്തോളം ചെറുതാകുന്നു അത്രയും വേഗത കൂടും, ബാറ്ററിയുടെ ഉപയോഗം കുറയും. അതായത് നമ്മുടെ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും ഇനി മിന്നൽ വേഗതയും കൂടുതൽ ബാറ്ററി ലൈഫും ലഭിക്കും. ഇതുവരെ ഇത്രയും ആധുനികമായ ചിപ്പുകൾ നിർമ്മിക്കാനുള്ള കഴിവ് അമേരിക്ക, തായ്വാൻ, ദക്ഷിണ കൊറിയ പോലുള്ള വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു. ആ ഉന്നതരുടെ കൂട്ടത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കാലെടുത്ത് വെക്കുന്നത്. ഈ സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനമായ IIT മദ്രാസ് ആണ്. 2013-ൽ അവർ തുടങ്ങിയ ശക്തി എന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ? ഇത് RISC-V എന്ന ഓപ്പൺ സോഴ്സ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതായത് ആർക്കും സൗജന്യമായി എടുത്ത് ഉപയോഗിക്കാനും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും കഴിയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണിത്. ഇത് രാജ്യത്തെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. അവർക്ക് സ്വന്തമായി ചിപ്പുകൾ ഡിസൈൻ ചെയ്യാനും പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇത് വഴിയൊരുക്കും. ഈ ഒരു മുന്നേറ്റം വെറുമൊരു പ്രോസസ്സറിന്റെ നിർമ്മാണമല്ല, ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം തെളിയിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഭാവിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എല്ലാം ഹൃദയം ഒരുപക്ഷെ ഈ ഇന്ത്യൻ നിർമ്മിത ചിപ്പായിരിക്കും. ഇത് നമ്മുടെ ഇലക്ട്രോണിക് വ്യവസായത്തിന് നൽകാൻ പോകുന്ന ഉണർവ് വളരെ വലുതാണ്. ചുരുക്കത്തിൽ ഇതൊരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരമായ സ്വാശ്രയത്വത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയുടെ വളർച്ചയുടെ ഓരോ നാഴികക്കല്ലുകളും അറിയാനായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.